ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞങ്ങളുടെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ നോക്കുന്നത്. ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. 10 മണിയൊക്കെ ആവും എന്തായാലും എഴുന്നേൽക്കും. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഞാനും അച്ചോട്ടനും മാത്രമേ ഉള്ളൂ രാവിലെ കഴിക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ രാവിലെ കുറച്ച് ഗോതമ്പ് ദോശയും ചുട്ടു. കട്ടൻ ചായയാണ് ഞങ്ങൾ കുടിച്ചത്. അവനങ്ങനെ കട്ടൻ ചായ കൊടുക്കുകയൊന്നുമില്ല. കട്ടൻ ചായയിൽ കുറേ വെള്ളം ഒഴിച്ചങ്ങ് കൊടുക്കും, അപ്പം അങ്ങ് കുടിച്ചോളും. പിന്നെ കുറേയൊക്കെ വാരി കഴിക്കും, പിന്നെ ഞാൻ കഴിപ്പിക്കണം. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ വന്നു. പിന്നെ നത്തൊരു മീനായിരുന്നു കൊണ്ടുവന്നത്. ഞങ്ങൾ ശരിക്കും നത്തൽ എന്നാണ് പറയുന്നത്, ഇവിടെ എല്ലാവരും നത്തോലി എന്ന് പറഞ്ഞ് അതെനിക്കും ഇപ്പോൾ ശീലമാവാൻ തുടങ്ങി. പിന്നെ നത്തൽ പീര വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ പീര വെക്കാൻ വേണ്ടി ഞാനിതൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി. കരിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലാം കൂടി ഒതുക്കിയാണ് ശരിക്കും ഇടുന്നത്. ഞാൻ എളുപ്പപ്പണിക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി മിക്സാക്കി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കുടംപുളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതൊന്ന് ഞെരടി മിക്സാക്കി കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ചെറിയ മീനുകളും ഇത് പീര വെക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചെറിയ മത്തി ആയാലും ശരി, നത്തൽ കിട്ടിയാലൊക്കെ എനിക്ക് പൊരിക്കുന്നതിനും വറുക്കുന്നതിനും ഒക്കെ അതിനെക്കാട്ടിയൊക്കെ ഇഷ്ടം എനിക്ക് പീര വെക്കുന്നത് തന്നെയാണ്. പിന്നെ അതൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിന് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ കൂടെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വന്നു തുടങ്ങും. എനിക്ക് അപ്പം തന്നെ വായിലിങ്ങനെ വെള്ളം വരും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പീര വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതൊന്ന് മെല്ലെ നല്ലോണം ആ സ്മെല്ലൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഈ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി അതൊന്ന് നല്ലോണം തിളയ്ക്കാൻ വെച്ച് നല്ലോണം തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ നന്നാക്കി വെച്ചിട്ടുള്ള നത്തൽ അതിലേക്ക് എടുത്തിടും. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ വീട്ടിലൊക്കെ ശരിക്കും ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് വരുന്നുണ്ട്, എന്തുകൊണ്ടാണോ എന്തോ. അങ്ങനെ അത് തിള വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ ഞാൻ എരിവിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല. നല്ലോണം പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ എക്സ്ട്രാ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. വേറൊരു സാധനം ഇട്ടില്ല. കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിക്കുന്ന സമയത്ത്. വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ഇതിലിട്ടിട്ടില്ല. പക്ഷേ എന്നാലും നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിന്ന് ഇത്രേ വറ്റാൻ നിന്നുള്ളൂ. അതിൽ കൂടുതലായിട്ട് നല്ല ഉപ്പേരി പോലെ ആവാൻ നിന്നില്ല. ഇത്രയും വറ്റിച്ചപ്പോൾ ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് മീൻ പീര ഉണ്ടായിരുന്നു. പിന്നെ പയറുപ്പേരി. പിന്നെ ഞാൻ മുട്ട വെറുതെ ഇങ്ങനെ ആക്കിയത് അച്ചൂടിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാക്കിയതായിരുന്നു. ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ഇട്ടാക്കിയതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് അടിച്ചു വാരാനൊക്കെ 2-3 പ്രാവശ്യത്തെ അടിച്ചു വാരലൊക്കെ ഉണ്ടാവും കേട്ടോ. കുട്ടികളുള്ള വീട് അറിയാമല്ലോ, കുറേ പ്രാവശ്യം കളിസാധനം നിരത്തും എടുത്ത് വെക്കണം, അടിച്ചു വാരണം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചോറ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും അച്ചൂട്ടനും കൂടി ഉച്ച കഴിഞ്ഞൊരു ഉറക്കമുണ്ട്. ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വൈകുന്നേരമാവും. പിന്നെ വൈകുന്നേരം ഞങ്ങൾ കട്ടൻ ചായ ഒന്നും കുടിക്കില്ല. അവന് കൊടുക്കുന്ന പോലെ തന്നെ ഞാനും ഒരു ഗ്ലാസ് പാൽ കുടിക്കും. എന്തെങ്കിലും കടിയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കേക്കായിരുന്നു കേട്ടോ. കേക്കും പാലുമാണ് ഇന്ന് കഴിച്ചത്. അച്ചൂട്ടനും അതുപോലെ തന്നെ പാൽ കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തന്നെ കൊടുക്കും ഞാൻ. എനിക്കിന്ന് കേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം ആപ്പിൾ കഴിച്ചു. അത് ഞാനും അച്ചൂട്ടനും കൂടി തന്നെയാണ് കഴിച്ചത്. അവന് കൊടുക്കുന്നുണ്ടാണ് കേട്ടോ തോല് ചെത്തിയിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ഞാൻ തോലൊന്നും ചെത്താറില്ല. പക്ഷേ ഞാൻ തോല് കഴിക്കുകയൊന്നുമില്ല, തോല് കടിച്ച് കളയും. എന്നാലും തോല് ചെത്തിയൊന്നും വെക്കാറില്ല. ഇത് അച്ചൂട്ടന് കൊടുക്കുന്നതുകൊണ്ട് തോല് ചെത്തി വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് അവന് പിന്നെ അച്ചൂട്ടന് കഞ്ഞിയായിരുന്നു കൊടുത്തത്. അച്ചൂട്ടന് ആദ്യം കൊടുത്തപ്പോൾ അത് പിന്നെ കോരി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കളിച്ചു. പിന്നെ ഞാൻ തന്നെ അവന് കോരി കൊടുത്തു. പിന്നെ എനിക്ക് ചോറ് കഴിക്കാനൊരു മൂഡില്ലാത്തതുകൊണ്ട് ചോറ് കഴിച്ചില്ല. ഞാൻ ഈ ഒരു ദോശയാണ് കഴിച്ചത്. ഈ ദോശയ്ക്ക് ഞങ്ങൾ നീർദോശ എന്നാണ് കേട്ടോ പറയുക. എല്ലാവരും ഇതിനെന്താ പറയുക എന്ന് പറയണേ. ഞങ്ങൾ നീർദോശ എന്നാണ് പറയുന്നത്. ഞാൻ നീർദോശയും കട്ടൻ ചായയുമാണ് കഴിച്ചത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ആകുമ്പോൾ വരും. അത് കഴിയുമ്പോൾ എനിക്കൊരു വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്നും പോയൊരു കരിക്ക് കുടിച്ചായിരുന്നു. പക്ഷെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ല എന്നോർത്തത്. പിന്നെ ഈ വീഡിയോ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് അച്ചൂട്ടൻ്റെ നെറ്റിയിൽ 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള വീഡിയോ ആണ്. ഇങ്ങനെ നട്ടപ്പാതിരയാകുമ്പം എത്ര ഫുഡ് കഴിച്ചാലും വിശപ്പ് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കിപ്പോൾ കുറച്ച് കൂടുതലാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു ഏത് സമയത്ത് പോയാലും നല്ല അടിപൊളി കരിക്ക് ഷേക്ക് കിട്ടുന്നൊരു കടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കരിക്കൻ ഷേക്ക് സ്ഥിരമാക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ കരിക്ക് ഷേക്കും കുടിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞു.
പിന്നെ ഈ ഒരു വീഡിയോ ആദ്യം ഇട്ടൊരു വീഡിയോ അത് ഇന്നെടുത്ത കേട്ടോ ശരിക്കും. ആ വീഡിയോ ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡില്ലേ കൃഷ്ണൻ്റെ, അത് റീൽസ് ഇടാൻ നോക്കിയതാണ്. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. കൃഷ്ണൻ്റെ ബിസ്ക്കറ്റ് തീറ്റ കഴിഞ്ഞിട്ട് വേണ്ടേ നടക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.